നിശ്ചയദാർഢ്യത്തിൻ്റെ ആൾരൂപം, ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുന്ന പോരാളി, ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകം. എമിലിയാനോ മാർട്ടിനസിനെ ഇങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. വിശേഷണങ്ങൾക്ക് അതീതനായുള്ള ഒരു താരം തന്നെയാണ് എമിലിയാനോ. അത്രയും മികച്ച രീതിയിലുള്ള പെർഫോമൻസാണ്, വളരെ സ്ഥിരതയാർന്ന പെർഫോമൻസാണ് എമിലിയാനോ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ. പ്രത്യേകിച്ച് അർജൻറ്റീനയ്ക്ക് വേണ്ടി, കാരണം അർജൻറ്റീനയ്ക്ക് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ ലോകകപ്പിലാണെങ്കിലും അതിന് മുന്നോടിയായിട്ട് നടന്ന കോപ്പ അമേരിക്കയിലാണെങ്കിലും പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന കോപ്പ അമേരിക്കയിലാണെങ്കിലും എമിലിയാനോയുടെ പെർഫോമൻസ് ഒരേ ലെവലിലാണ് നിന്നിരുന്നത്. പക്ഷേ ഇപ്പം ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലാണെങ്കിലും ഇപ്പോൾ ഈ സീസണിലാണെങ്കിലും മികച്ച രീതിയിലാണ്. പ്രത്യേകിച്ച് ഉനൈ എമറി വന്നതിന് ശേഷം ആസ്റ്റൺ വില്ലയുടെ ആ ഒരു പ്രകടനം വലിയ രീതിയിൽ മെച്ചപ്പെട്ടു. വളരെ മികച്ച രീതിയിലാണ് വില്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വില്ലയുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് എമിലിയാനോ മാർട്ടിനസ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എമിലിയാനോ മാർട്ടിനസ് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ, കഴിഞ്ഞ ദിവസം നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ബയേൺ മ്യൂണിക്കിനെതിരെ അദ്ദേഹം കാഴ്ചവെച്ച തകർപ്പൻ പ്രകടനം തന്നെയാണ് ഇതിന് ആധാരം. 7 സേവുകളാണ്, വളരെ ക്രൂഷ്യലായ സേവുകളാണ് എമിലിയാനോ ബയേണിനെതിരെ നടത്തിയത്. ബയേണിൻ്റെ ഒരു വിജയം അല്ലെങ്കിൽ ബയേണിനെ ഒരു മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള ആ സംഭവം തടയിട്ടത് എമിലിയാനോ മാർട്ടിനസാണ്. 1-0 വിജയമാണ് ആസ്റ്റൺ വില്ല പാർക്കിൽ ബയേണിനെതിരെ നേടിയത്. ബയേണാണെങ്കിൽ അത്രയും മികച്ച രീതിയിൽ കളിച്ചു വരുന്ന ടീമാണ്. വിൻസെൻ്റ് കൊമ്പാനിയുടെ ടീം ഒറ്റ മത്സരം പോലും പരാജയപ്പെടാതെ ഈ സീസണിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് ആസ്റ്റൺ വില്ലയുമായുള്ള മത്സരം വന്നത്. പക്ഷേ ആദ്യത്തെ പരാജയം ബയേൺ മ്യൂണിക്കിന് നേരിടേണ്ടി വന്നു. എമിലിയാനോ മാർട്ടിനസിൻ്റെ ഒരു പെർഫോമൻസ് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. ബയേൺ മ്യൂണിക്കിനെതിരെ തകർപ്പൻ സേവുകളാണ് അദ്ദേഹം നടത്തിയത്. കഴിഞ്ഞ ലോകകപ്പിലും കോപ്പ അമേരിക്കയിലും ഒക്കെ അർജൻറ്റീനയ്ക്ക് വേണ്ടി നടത്തിയ സേവുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു. എമിലിയാനോ മാർട്ടിനസ് ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി 100% ഡിവോട്ട് ചെയ്യുന്നൊരു പ്ലെയറാണ്. അദ്ദേഹം ഏത് ടീമിന് വേണ്ടി കളിക്കുകയാണെങ്കിലും, അത് ദേശീയ തലത്തിലാണെങ്കിലും ക്ലബിലാണെങ്കിലും ആ ഒരു പെർഫോമൻസ് എമിലിയാനോയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അല്പം മാവറിക്കാണ് അദ്ദേഹം, പലപ്പോഴും വിവാദങ്ങളിലൊക്കെ ഉൾപ്പെടാറുണ്ട്. പല വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ ബാധിക്കും. പ്രത്യേകിച്ച് കളിക്കളത്തിനകത്ത് അദ്ദേഹം കാഴ്ചവെക്കുന്ന ചില പ്രകടനങ്ങൾ, ഇതൊക്കെ സ്ഥിരം പ്രശ്നങ്ങളാണ്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ആ ഒരു ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ അദ്ദേഹം തുടരുന്ന ആ ഒരു സ്ഥിരത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. എമിലിയാനോ മാർട്ടിനസ് ഗോൾ പോസ്റ്റിന് മുന്നിലുണ്ടെങ്കിൽ അത് ഏത് കോച്ചിനും ഒരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്, ഒരു കോൺഫിഡൻസ് ആണ്, ഒരു ക്രെഡിബിലിറ്റി ഫാക്ടറാണ് എമിലിയാനോ മാർട്ടിനസ്. ഒരിക്കലും സാധ്യമല്ല എന്ന് തോന്നുന്ന പല സേവുകളും അദ്ദേഹത്തെ നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൊരു പ്രത്യേകത. എമിലിയാനോ മാർട്ടിനസ് എന്തായാലും ആസ്റ്റൺ വില്ലയിൽ വളരെ ആസ്വദിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മറ്റ് ക്ലബ്ബുകളിലൊന്നും പോകാതെ, അല്ലെങ്കിൽ വമ്പൻ ക്ലബ്ബുകൾ, സോക്കോൾഡ് വമ്പൻ ക്ലബ്ബുകളിലൊന്നും പോകാതെ ആസ്റ്റൺ വില്ലയിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അത്രയും ആസ്വദിച്ച് കളിക്കുക, ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് എമിലിയാനോ മാർട്ടിനസ് ഉള്ളത്. ആ ആസ്റ്റൺ വില്ലയോടുള്ള അല്ലെങ്കിൽ ആ ഫാൻസിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്. എമിലിയാനോ മാർട്ടിനസ് എല്ലാ അർത്ഥത്തിലും നമുക്ക് ഒരു മാതൃകാ ഗോൾ കീപ്പർ തന്നെയാണ്. കാരണം എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം എത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ടീമിന് വേണ്ടി, അതും ഏറ്റവും നിർണായകമായ സന്ദർഭങ്ങളിൽ, ക്രൂഷ്യൽ മത്സരങ്ങളിൽ ഒരു ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. പല ഗോൾ കീപ്പർമാർക്കും ഇല്ലാത്തതും അതാണ്. കാരണം പ്രഷർ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. മൈൻഡ് ഗെയിമിൻ്റെ ആശാനാണ്. പെനൽറ്റി എടുക്കാൻ വരുന്ന ആൾക്കാരെ എങ്ങനെയൊക്കെ അവരെ പ്രലോഭിപ്പിക്കാൻ പറ്റും അതൊക്കെ ചെയ്യും. അതായത് ടീമിൻ്റെ വിജയമാണ് എമിലിയാനോ മാർട്ടിനസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു റയർ ബ്രീഡ് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ഗോൾ കീപ്പർ തന്നെയാണ് എമിലിയാനോ മാർട്ടിനസ്. ആഴ്സണലിൽ കരിയർ തുടങ്ങിയ ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല കാലം, അല്ലെങ്കിൽ ഒരു ഭാഗ്യം തെളിഞ്ഞു വന്നത് 2021 അർജൻറ്റീന ടീമിൽ ഉൾപ്പെട്ടതിന് ശേഷമാണ്. പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം നടത്തിയ പ്രകടനങ്ങൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, ആരാധകർക്കെല്ലാം നന്നായിട്ട് അറിയാം. എന്തായാലും എമിലിയാനോ ഈ സീസണിൽ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ തുടർച്ചയായ 2ാം മത്സരത്തിലും ക്ലീൻ ഷീറ്റ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആദ്യ മത്സരത്തിൽ യങ് ബോയ്സിനെ തോൽപ്പിച്ചപ്പോൾ ഒറ്റ ഗോൾ പോലും ആസ്റ്റൺ വില്ല വഴങ്ങിയിരുന്നില്ല. ഇപ്പം 2ാമത്തെ മത്സരത്തിൽ ബയേണിനെതിരെ ക്ലീൻ ഷീറ്റ് നേടിയിരിക്കുകയാണ്. പ്രീമിയർ ലീഗിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മികച്ച സേവുകളൊക്കെയുണ്ട്. ആസ്റ്റൺ വില്ല നിലവിൽ പ്രീമിയർ ലീഗിൽ 5ാം സ്ഥാനത്താണ്. ഇത്തവണ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ആസ്റ്റൺ വില്ല പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 13 പോയിൻ്റ് ഉണ്ട് ആസ്റ്റൺ വില്ലയ്ക്ക്. 1ാം സ്ഥാനത്തുള്ള ലിവർപൂളുമായി വെറും 2 പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിലവിൽ 5ാം സ്ഥാനത്താണ്. അപ്പോൾ ഉനൈ എമറിയുടെ ടീം വമ്പന്മാർക്കെല്ലാം വലിയ ഒരു വെല്ലുവിളി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ ഒരു വെല്ലുവിളിയിൽ ഒരു പ്രധാന ഫാക്ടറായിട്ട് എമിലിയാനോ മാർട്ടിനസും ഉണ്ടാകും.